ഹലോ വെൽക്കം ബാക്ക് ടു ALG ഫാഷൻ ലാബ്. ഇന്ന് നമുക്ക് ഈ ഒരു അടിപൊളി ബാംഗിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇവിടെ കളർ പോയ രണ്ട് ബാംഗിൾസ് ഉണ്ടായിരുന്നു. കളർ പോയത് കൊണ്ട് തന്നെ ആർക്കും ഒരു ഉപകാരം ഇല്ലാതെ വെറുതെ ഇരിക്കുമായിരുന്നു. ഇതിന് നമുക്കൊരു മേക്ക് ഓവർ കൊടുത്താലോ. ഈ വളകൾ കണ്ടല്ലോ, അതിന്റെ സർഫസ് ഒട്ടും ഫ്ലാറ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് ഫ്ലാറ്റ് ആക്കാൻ വേണ്ടി ഞാനൊരു OHP ഷീറ്റിന്റെ ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കൂട്ടോ. അതിന് മുൻപായിട്ട് നമുക്ക് ഈ രണ്ട് വളകളും B7000 ഗ്ലൂ വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ബാംഗിൾ എടുത്ത് അതിന്റെ ചുറ്റും ഗ്ലൂ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മറ്റേ ബാംഗിളും കൂടി അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ രണ്ട് ബാംഗിളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വെട്ടി വെച്ചിരിക്കുന്ന OHP ഷീറ്റ് ഇതിന്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ബാംഗിൾസിന്റെ സർഫസ് സ്മൂത്ത് അല്ലാത്തത് കൊണ്ട് ഞാൻ OHP ഷീറ്റിലാണ് കേട്ടോ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ആദ്യം ഞാൻ മുകൾ ഭാഗത്ത് മാത്രം ഒട്ടിച്ചുള്ളായിരുന്നു കേട്ടോ OHP ഷീറ്റ്. പിന്നെ തോന്നി അടിയിലും കൂടി ഒട്ടിച്ചേക്കാമെന്ന്. അങ്ങനെ രണ്ട് വശത്തും OHP ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാംഗിൾസിന്റെ സർഫസ് സ്മൂത്ത് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സിൽക്ക് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. സിൽക്ക് ത്രെഡ് വളയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനും ഞാൻ B7000 ഗ്ലൂ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അറ്റം ഒന്ന് ഒട്ടിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത് ഒരാളെ ഇവിടെ സൂപ്പർവൈസ് ചെയ്തിരിപ്പുണ്ട്. ഇനി നമുക്ക് സിൽക്ക് ത്രെഡ് ചുറ്റി കൊടുക്കാം കേട്ടോ. ത്രെഡ് ചുറ്റി കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല ക്ലോസ് ആയിട്ട് വേണം ചുറ്റി കൊടുക്കാൻ, എന്നാലേ നല്ലൊരു ഫിനിഷിംഗ് കിട്ടുള്ളൂ. ആദ്യത്തെ കുറച്ച് റൗണ്ട് ചുറ്റാൻ മാത്രം ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. സിൽക്ക് ത്രെഡ് ഞാൻ കുറച്ച് അധികം സ്ട്രാൻഡ്സ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണയൊന്നുമില്ല, ഇത് മതിയാകും എന്ന് തോന്നിയപ്പോൾ അത്രയും സ്ട്രാൻഡ്സ് ഞാൻ എടുത്തതാണ്, അല്ലാതെ എണ്ണ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കൈവശം ഇതുപോലെ കളർ പോയതോ അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത ബാംഗിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സിൽക്ക് ത്രെഡ് ഒക്കെ ചുറ്റി കൊടുത്ത് കുന്തൻ സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ച് നല്ല അടിപൊളിയാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ചുറ്റി ചുറ്റി നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കുക. അവസാനിപ്പിക്കുന്നിടത്ത് ഞാൻ B7000 ഗ്ലൂ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ബാംഗിൾ ഫുള്ളായിട്ട് ഞാൻ സിൽക്ക് ത്രെഡ് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ പറയുമോ ആ പഴയ കളർ പോയ ബാംഗിൾസ് ആണെന്ന്. ഇനി നമ്മുടെ ബാംഗിളിന്റെ ലുക്ക് കൂട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ റെഡ് കളറിലെ ഹാർട്ട് ഷേപ്ഡ് കുന്തൻ സ്റ്റോൺ ആണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ആദ്യം കുറച്ച് B7000 ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്റ്റോൺസ് ഓരോന്നോരോന്നായി ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റോൺസ് ഓരോന്നോരോന്നായി പെറുക്കി വെക്കാൻ വേണ്ടി ഞാനിവിടെ ഗ്ലൂ പെൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഹാർട്ട് ഷേപ്പിലെ കുന്തൻ സ്റ്റോൺസ് ഞാൻ കുറെ ആയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ രണ്ട് കളർ പോയ ബാംഗിൾസ് കിട്ടിയത്. എന്നാൽ പിന്നെ ഒരു ബാംഗിൾ തന്നെ കൂടെ ഉണ്ടാക്കിയെടുക്കാമെന്ന് തോന്നി. ഞങ്ങളുടെ വീട് കൊച്ചിയിലാണ്, അതുകൊണ്ട് ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞാൻ ബ്രോഡ്വേ നിന്നാണ് വാങ്ങിക്കാറ്. ഈ ഗ്ലൂ പെന്നും സ്റ്റോൺസും സിൽക്ക് ത്രെഡും എല്ലാം അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. ആക്ച്വലി ഞാൻ ഈ സ്റ്റോൺസ് ഒക്കെ വാങ്ങിച്ചു വെച്ചത് ബാക്കി എന്ത് ഷേപ്പിലെ സ്റ്റോൺ ആണെങ്കിലും ഞാൻ കുർത്തിയിലൊക്കെ ഡിസൈൻ ചെയ്യാൻ നേരത്തെ വെക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഈ ഹാർട്ട് ഷേപ്പിലെ സ്റ്റോൺ വെച്ച് എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വർക്കിലേക്ക് എത്തിപ്പെട്ടത്. അപ്പൊ നമ്മുടെ ബാംഗിൾ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റോൺസ് ഒട്ടിച്ചെടുക്കുക. സ്റ്റോൺസ് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ദേ ഇതാണ് കേട്ടോ. ആർക്കും വേണ്ടാതെ അവിടെ ഇരുന്ന രണ്ട് കളർ പോയ ബാംഗിൾസ് വെച്ചാണ് നമ്മൾ ഈ ഒരു അടിപൊളി ബാംഗിൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നല്ല സ്റ്റൈലിഷും എലഗന്റ് ആയിട്ടില്ലേ. ഇതുപോലത്തെ ഒരു ബാംഗിൾ പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ എത്ര കാശാവും? 40 രൂപയുടെ ഒരു കുന്തൻ സ്റ്റോൺസിന്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് അതിന്റെ പകുതി പോലും ഞാൻ ഈ ബാംഗിൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് പുറത്തുനിന്ന് വാങ്ങുന്നത്? അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ബാംഗിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ. ജ്വല്ലറി മേക്കിംഗ്, ഹാൻഡ് എംബ്രോയിഡറി, സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.